കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട്. സമീർ, ഒരുപാട് പ്രേക്ഷകർ, എനിക്ക് തോന്നുന്നു കൂടുതലും വിദ്യാർത്ഥികളാണ് എന്ന് തോന്നുന്നു. മഴയുണ്ടോ, ഇന്ന് അവധിയുണ്ടോ? ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് പരിഭവം പറയുന്നുണ്ട്. എന്താണ് കോഴിക്കോടത്തെ ഇപ്പോഴത്തെ അവസ്ഥ? എന്തെല്ലാം മുന്നറിയിപ്പുകളുണ്ട്? സ്മിത, കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുന്നുണ്ട്. മണ്ണിടിച്ചിലിനൊക്കെ തന്നെയുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് മലയോര മേഖലയിൽ ശക്തമായിട്ടുള്ള ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നു. എന്നാൽ നഗരമേഖലയിൽ കാര്യമായ മഴയില്ല, മഴയ്ക്ക് ശമനം ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും ഇന്നലെ രാത്രി ഉണ്ടായിട്ടുള്ള മഴയിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പേരാമ്പ്രയിലും അതുപോലെ തന്നെ നാദാപുരം, രാമനാട്ടുകര എന്നിവിടങ്ങളിലാണ് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അവിടങ്ങളിൽ വീടിന് മുകളിലേക്ക്, നാദാപുരത്തെ വീടിന് മുകളിലേക്ക് മണ്ണും അതുപോലെ തന്നെ മരങ്ങളും കടപുഴകി വീണുകൊണ്ട് വീട് തകരുന്ന സാഹചര്യമുണ്ടായി. വീടിനകത്തുള്ളവർക്കൊന്നും കാര്യമായി പരിക്കേറ്റില്ല എന്നുള്ളതാണ് ആശ്വാസം നൽകുന്ന കാര്യം. ഒപ്പം തന്നെ രാമനാട്ടുകരയിൽ മരം കടപുഴകി വീണിട്ടുള്ള അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. ഒപ്പം അതിന്റെ താഴ്ഭാഗത്ത് നിർത്തിയിട്ടിരുന്ന ആപ്പ ഓട്ടോ അത് പൂർണ്ണമായും തകരുന്ന ഒരു ഘട്ടമുണ്ടായി. പേരാമ്പ്രയിലും വാഹനത്തിന് മുകളിലേക്കാണ്, ജീപ്പിന് മുകളിലേക്കാണ് ഈ മരം കടപുഴകി വീഴുകയും അതുമായി ബന്ധപ്പെട്ടുള്ള അപകടം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. കാപ്പാട് ബീച്ച് ഭാഗത്ത് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. കടൽ ഭിത്തി പൂർണ്ണമായും തകരുന്ന ഘട്ടം. അതുകൊണ്ട് തുടർന്ന് ദേശീയപാതയിലോ അതായത് തീരദേശ പാത പൂർണ്ണമായും അടക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ശാന്തിനഗർ കോളനിയിലാണ്. വലിയ രീതിയിലുള്ള തിരമാലകൾ രാത്രി സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു, കടലാക്രമണം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പൊതുവെ ഒരു ശാന്തമാണ് എന്നാണ് നമുക്ക് കാണാനാവുന്നത്. വലിയൊരു ആശങ്ക ഈ നാട്ടുകാർക്കെല്ലാം തന്നെ ഉണ്ട്. ഈ നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ശക്തമായിട്ടുള്ള കടലാക്രമണത്തിൽ രാത്രി ഈ വീട്ടിലേക്ക് ഉൾപ്പെടെ വെള്ളം എത്തുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അതിന്റെ ചെളി നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് കാണാനാവുന്നത്. രാത്രി ഏത് സമയത്തായിരുന്നു ഇവിടേക്ക് വെള്ളം കയറി വന്നത്? പകലും രാത്രിയൊക്കെ വെള്ളം അടിച്ചു കയറുക ഇവിടേക്ക് ഉള്ളിലോട്ട് പോണ. കുറച്ചൊരു കല്ലിട്ടാ പോരാ, അതിന് മുകളിൽ പൊന്തിച്ചിട്ട് ഇതിന് വരുള്ളൂ. മറ്റേ റഫ് ടൈമിന് ഇപ്പൊ ഇറക്കാൻ പറ്റില്ല, അതിന് വരുള്ളൂ. അപ്പൊ ആരും അടി അടിക്കുന്നത്. ഞാൻ ഇപ്പൊ ജനലും ഇത് മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ അകത്ത് വെള്ളം ഫുള്ളും. വേറെ മഴ കനക്കുമ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ്. മഴേന്റെ പ്രശ്നമില്ല, മഴയൊന്നും പ്രശ്നമില്ല, കടലിലും പ്രശ്നമുള്ളൂ, വേറെ ഒന്നുമില്ല. കടലാക്രമണം ഉണ്ടാകുമ്പോൾ വീട്ടിനകത്തേക്കാണ് വെള്ളം വരുന്നത്. അടിക്കുന്നത് ഇത് എവിടെ നിന്ന് അടിച്ചത് എങ്ങനെ പോലും അപ്പുറത്തും വെള്ളം ആ വഴിക്കൂടെ ഒക്കെ ഇതിലും വരും. ഇവിടെ എവിടെയൊക്കെ അകത്തെത്തും. ഇവിടെ ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കുള്ളൂ, അമ്മ മരിച്ചു പോയില്ല. അതിനെ കൊണ്ടാണ് ഉറങ്ങാനും പോലും പറ്റില്ല. സ്മിത, ഇതാണ് ഇവിടുത്തെ ഒരു പ്രതിസന്ധി. ശക്തമായ കടലാക്രമണം ഉണ്ടാകുമ്പോൾ വീടിനകത്തേക്ക് വെള്ളം വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. കടൽഭിത്തിയുണ്ട്, പക്ഷേ കടൽഭിത്തിക്ക് ഉയരം പോരാ എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ആ ശക്തമായ കടലാക്രമണം ഉണ്ടാകുമ്പോൾ ഈ കടൽഭിത്തി കടന്നുകൊണ്ട് ഈ റോഡിലേക്കും പിന്നീട് ഈ വീടുകളിലേക്കും വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ്. കടലാക്രമണം രൂക്ഷമാകുമ്പോൾ തീർച്ചയായിട്ടും ആ പരിസരത്തുള്ളവർക്കെല്ലാം തരും, തീരദേശത്തുള്ളവർക്ക് അവർ ആശങ്കയിലാണ്. പക്ഷെ ഇപ്പോൾ കോഴിക്കോട് കടൽ ശാന്തമായിട്ടുണ്ട്, വലിയ മഴ ഇല്ല എന്നാണ് ഇപ്പോൾ സമീർ സി മുഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്നത്.